മാർച്ച് 6-ന് പഞ്ചാബ് നിയമസഭ അയത്തുള്ള അലി ഖംനിക്കും ഇറാനിൽ അമേരിക്കൻ ബോംബാക്രമണത്താൽ കൊല്ലപ്പെട്ട നിരപരാധികളായ സ്കൂൾ കുട്ടികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. അനുശോചന പ്രമേയം അവതരിപ്പിച്ച MLA സുഖ്വീന്ദർ സിഖു ഇതിനെ ഒരു വലിയ മാനുഷിക ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത്. മാർച്ച് 9-ന് അകാലിദൾ പ്രതിനിധി സംഘം ഇറാൻ എംബസി സന്ദർശിച്ച് ഖമേനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഖമേനിയുടെ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലുധിയാനയിൽ ജനങ്ങൾ തെരുവിലിറങ്ങുകയും പഞ്ചാബ് സർവകലാശാലയിൽ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഖമേനിയുടെ വധം പഞ്ചാബിൽ ഇത്രയധികം ചർച്ചയാകാനുള്ള കാരണം എന്താകാം? പരിശോധിക്കാൻ നമുക്ക് ഇറാനും പഞ്ചാബും തമ്മിലുള്ള ബന്ധം എന്താണെന്നും. ലുധിയാനയിലെ തെരുവുകൾ മുതൽ പഞ്ചാബ് സർവകലാശാല വരെ നീളുന്ന ഈ ഐക്യദാർഢ്യം വെറുമൊരു രാഷ്ട്രീയ പ്രതികരണം മാത്രമല്ല കേട്ടോ. കാരണം ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മീയമായ ഒരു അടിത്തറ കൂടിയുണ്ട്. ഇറാന്റെ വേദന പഞ്ചാബിന്റെ വേദനയായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം എന്ന മഹത്തായ സങ്കല്പത്തിന്മേലാണ്. ഷിയ മുസ്ലിങ്ങളുടെ രക്തസാക്ഷിത്വത്തിന്റെ ഉറവിടം കർബലയിലെ യുദ്ധഭൂമിയാണ്. നീതിക്ക് വേണ്ടി മരണം വരിച്ച ഇമാം ഹുസൈൻ്റെ ഓർമ്മകളാണ് അവരെ നയിക്കുന്നത്. അപമാനകരമായ ജീവിതത്തെക്കാൾ അന്തസ്സുള്ള മരണമാണ് നല്ലതെന്ന ഹുസൈൻ്റെ വാക്കുകളിൽ നിന്നും ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾക്ക് ആവേശം തന്നെയാണ്. ഇതേ ആവേശം നമുക്ക് സിഖു ചരിത്രത്തിലും കാണാൻ സാധിക്കും കേട്ടോ. അധികാരഗർവിന് മുന്നിൽ മുട്ടുമടക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തെളിയിച്ച ഗുരു അർജൻ ദേവ്ജിയും ഗുരു തേജ് ബഹാദൂറും പഞ്ചാബിൻ്റെയും വീരസ്മരണകളാണ്. തങ്ങൾ വിശ്വസിക്കുന്ന ധർമ്മത്തിന് വേണ്ടി സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായ ഈ രണ്ടു പാരമ്പര്യങ്ങളും തമ്മിൽ അദൃശ്യമായ ഒരു നൂലിനാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പഞ്ചാബും ഷിയ മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം വെറും ആത്മീയ ബന്ധത്തിനും അപ്പുറം നിലനിൽക്കുന്ന ഒന്നാണ് എന്നുകൂടി നാം പറയേണ്ടി വരും. ഗുരു ഗോവിന്ദ് സിംഗ് ജിക്ക് വേണ്ടി പോരാടാനായി തൻ്റെ മക്കളെ അയച്ച ഷിയ സൂഫി വരൻ പിർ ബുദ്ധുഷയെ പഞ്ചാബിന്നും ആദരവോടെ തന്നെയാണ് സ്മരിക്കുന്നത്. പിന്നീട് ഗുരു ഗോവിന്ദ് സിംഗ് ജിയെ സഹായിച്ചതിൻ്റെ പേരിൽ പിർ ബുദ്ധുഷ അറസ്റ്റിലാവുകയും മുഗൾ കമാൻഡർ ഉസ്മാൻ ഖനാനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊലപ്പെടുകയും ചെയ്യുന്നു. ഇദ്ദേഹം ഇരു വിഭാഗങ്ങളുടെയും സംയുക്തമായ ഒരു രക്തസാക്ഷി കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ തൻ്റെ 4 മക്കളുടെ മരണശേഷം ഗുരു ഗോവിന്ദ് സിംഗ് ജി ഔറംഗസീബിനയച്ച വിശ്വപ്രസിദ്ധമായ സഫർനാമ രചിക്കപ്പെട്ടതും ഷിയാക്കളുടെ കൂടി ഭാഷയായ പേർഷ്യൻ ഭാഷയിൽ തന്നെയായിരുന്നു. ഭായ്മണി സിംഗിൻ്റെ ജനസാഖയിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഇറാനിലെ മഷ്ഹൂദിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുനാനാക്കിനോട് ചോദിച്ചു, ആരാണ് ശരി, മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്നവരോ അതോ അലിയെ വിശ്വസിക്കുന്നവരോ? ഗുരുനാനാക്ക് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: മുഹമ്മദും അലിയും ഒന്നാണ്. നബി അറിവിൽ മികച്ചു നിന്നു, അലി ശൗര്യത്തിലും. ദൈവത്തിൻ്റെ പ്രകാശം അവരിൽ ഇരുവരിലും ഒരുപോലെയുണ്ട്, അത് നിങ്ങൾക്കുള്ളിലുമുണ്ടെന്നായിരുന്നു. പഞ്ചാബിലെ പ്രശസ്തരായ 4 സൂഫി സന്യാസിമാരുടെ പാരമ്പര്യം ഇമാം അലിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ആത്മീയ കൈമാറ്റങ്ങളാണ് ഇറാൻ നേരിടുന്ന ആക്രമണത്തെ സ്വന്തം വീടിനു നേരെയുള്ള ആക്രമണമായി കാണാൻ പഞ്ചാബിലെ കർഷകരെയും വിദ്യാർത്ഥികളെയും പ്രേരിപ്പിക്കുന്നത്.